വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നടന്ന കെയർ ടേക്കർ എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 22 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരർദ്ധവൃത്തം വൃത്തസ്തൂപിക ആകൃതിയിൽ മടക്കിയാൽ അതിൻ്റെ ചെരിവ് ഉയരം എന്താകും? സൊല്യൂഷൻ. ഒരു അർദ്ധവൃത്തത്തെ വൃത്തസ്തൂപികയാക്കിയാൽ അതിൻ്റെ ചെരിവ് ഉയരം അതിൻ്റെ ആരമായിരിക്കും. ഒന്നുകൂടെ പറയാം, ഒരു അർദ്ധവൃത്തത്തെ വൃത്തസ്തൂപിക ആകൃതിയിലാക്കിയാൽ അതിൻ്റെ ചെരിവിൻ്റെ ഉയരം ആ അർദ്ധവൃത്തത്തിൻ്റെ ആരമായിരിക്കും. അപ്പോൾ ഇവിടെ അർദ്ധവൃത്തത്തിൻ്റെ വ്യാസം ഡയമീറ്റർ 22 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ റേഡിയസ് എന്താണ്? ഡയമീറ്ററിൻ്റെ പകുതിയാണ്. അപ്പം D/2 22/2 ഈസ് ഈക്വൽ ടു 11 സെൻറ്റിമീറ്റർ. ചെരിവിൻ്റെ ഉയരം 11 സെൻറ്റിമീറ്റർ ആണ്. ആൻസർ ഓപ്ഷൻ എ. ചോദ്യം, തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 5ാമത്തെ സംഖ്യ ഏത്? 4, 7, 12, 19 ഡാഷ്. സൊല്യൂഷൻ. ഈ സീരീസിലെ 5ാമത്തെ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സീരീസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. 4, 7, 12, 19. അപ്പോൾ ഇവിടെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ ഇവിടെ 4, 3, 7, 4 + 3 7, 7, 5, 12, 7 + 5 12, 12, 12, 7, 19. അപ്പോൾ ഇവിടെ ആദ്യം 3 കൂട്ടി, പിന്നെ 5 കൂട്ടി, പിന്നെ 7 കൂട്ടി. അതായത് 3 മുതലുള്ള തുടർച്ചയായ ഒറ്റസംഖ്യകളാണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഈ സീരീസിൽ. അപ്പോൾ ഇനി 7 കഴിഞ്ഞാൽ അടുത്ത ഒറ്റസംഖ്യ 9 വേണം 19ൻ്റെ കൂടെ കൂട്ടാനായിട്ട്. 19 + 9 28 ആൻസർ ഓപ്ഷൻ എ. ചോദ്യം, 4 പേരുടെ ശരാശരി വയസ്സ് 15. ഒരാൾ കൂടി വന്നാൽ ശരാശരി 16. പുതുതായി വന്ന ആളുടെ വയസ്സ് എത്ര? സൊല്യൂഷൻ. ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യാൻ ഞാൻ രണ്ട് ട്രിക്ക് പറഞ്ഞുതരാം. 2 ട്രിക്കിലും ഈ പ്രോബ്ലം ഇവിടെ ചെയ്യാം. ഓക്കെ. അതായത് ഇവിടെ 4 പേരുടെ ശരാശരി വയസ്സ് 15. ഒരാൾ കൂടി വന്നാൽ ശരാശരി 16. അതായത് 4, 1, 5. 5 പേരാകുമ്പോൾ ശരാശരി 16. അതായത് ഇവിടെ ആള് 1 കൂടി ശരാശരി 1 കൂടി. ഇങ്ങനെ ആളും ശരാശരിയും 1 വീതം കൂടിയാൽ ഇത് ചെയ്യാനുള്ള ട്രിക്കാണ് പറയുന്നത്. ആളും ശരാശരിയും 1 വീതം കൂടിയാൽ പുതുതായി വരുന്ന ആളുടെ വയസ്സ് കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ്. ഒന്നാമത്തെ ട്രിക്ക് എന്ന് വെച്ചാൽ ഇതിങ്ങനെ അങ്ങ് എഴുതുക. ആദ്യം ഉണ്ടായിരുന്നത് 4 പേരായിരുന്നു, അവരുടെ ശരാശരി 15. പിന്നെ ഒരാളും കൂടെ കൂടിയപ്പം 5 പേരായി, അവരുടെ ശരാശരി 16 അതായത് ആളും ശരാശരിയും 1 വീതം കൂടി. പുതുതായി വന്ന ആളുടെ വയസ്സ് അല്ലെങ്കിൽ ഭാരം ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുക. ഇതിലേതെങ്കിലും ഒരു ക്രോസ് ആഡ് ചെയ്താൽ അതായിരിക്കും പുതുതായി വന്ന ആളുടെ വയസ്സ്. അതാണ് ഒരു ട്രിക്ക്. അതായത് ഇവിടെ നോക്കിക്കേ, ഈ 16, 4 20. ഏതെങ്കിലും ഒരു ക്രോസ് ആഡ് ചെയ്താൽ മതി. 20 വയസ്സാണ് പുതുതായി വന്ന ആളുടെ വയസ്സ്. ആൻസർ ഓപ്ഷൻ എ. ഇനി നോക്കിക്കേ, ഈ മറ്റേ ക്രോസ് 15 + 5 20. ഏതെങ്കിലും ഒരു ക്രോസ് ആഡ് ചെയ്താൽ മതി, ഉത്തരം സെയിം ആയിരിക്കും. ഇതാണ് ഒരു ട്രിക്ക്. ഇനി വേറൊരു ട്രിക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഇതുപോലെ ഇത് തന്നെ എന്താണ്, ആളും ശരാശരിയും 1 വീതം കൂടിയാൽ പുതുതായി വന്ന ആളുടെ വയസ്സ് അല്ലെങ്കിൽ ഭാരം കണ്ടുപിടിക്കാനുള്ള അടുത്ത ട്രിക്കാണ് ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം പ്ലസ് ആദ്യ ശരാശരി പ്ലസ് 1. ഒന്നുകൂടെ പറയാം, ആളും ശരാശരിയും 1 വീതം കൂടിയാൽ പുതുതായി വന്ന ആളുടെ വയസ്സ് അല്ലെങ്കിൽ ഭാരമൊക്കെ കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ് ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം പ്ലസ് ആദ്യത്തെ ശരാശരി പ്ലസ് 1. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആദ്യം ഉണ്ടായിരുന്നത് എത്ര പേരാണ്? 4 പേരാണ്. ആദ്യത്തെ ആളുകളുടെ ശരാശരി എത്രയാണ്? 15. ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം ആദ്യത്തെ ശരാശരി പ്ലസ് 1
ഇതായിരിക്കും പുതുതായി വന്ന ആളുടെ വയസ്സ്. അപ്പോൾ ഇവിടെ 4ഉം 15ഉം 19, 19 1 20. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് മെത്തേഡിൽ ഏത് വേണേലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്യുന്ന മെത്തേഡ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ക്രോസേ ആഡ് ചെയ്യാവുള്ളൂ. രണ്ടും കൂടി ആഡ് ചെയ്യരുത്. ഏതെങ്കിലും ഒരു ക്രോസ്. കണ്ടോ, ഇവിടെ 4ഉം 16ഉം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 5ഉം 15ഉം. ഏതെങ്കിലും ഒരു ക്രോസ് ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ ട്രിക്ക് വെച്ച് ഓർത്ത് വെക്കുക. ആളും ശരാശരി ഒന്ന് കൂടിയാൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം പ്ലസ് ആദ്യത്തെ ശരാശരി പ്ലസ് 1. ഓക്കെ, ഈ രണ്ട് ട്രിക്കുകളിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ രണ്ടാമത്തെ ട്രിക്കാണ്. അടുത്ത ചോദ്യം, 2⁶ ഇൻറ്റു 5⁴ ഇൻറ്റു 7⁴ ഡിവൈഡഡ് ബൈ 10⁴ ഇൻറ്റു 14² വില കാണുക. സൊല്യൂഷൻ, ഇത് സോൾവ് ചെയ്യുക. 2⁶ ഇൻറ്റു 5⁴ ഇൻറ്റു 7⁴ ഡിവൈഡഡ് ബൈ 10⁴ ഇൻറ്റു 14². അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു 2⁶ ഇൻറ്റു 5⁴ ഇൻറ്റു 7⁴ ഡിവൈഡഡ് ബൈ 10⁴ 5⁴ ഇൻറ്റു 2⁴ എന്നെടുക്കാം. ഇൻറ്റു, അതായത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. 10⁴, 5⁴, 2⁴ എങ്ങനെയാണ് വന്നതെന്ന് കാണിച്ചു തരാം. 10⁴ ഈസ് ഈക്വൽ ടു 10 എന്താണ്? 5 × 2 അല്ലേ? അപ്പോൾ 5 × 2 all⁴. 10⁴ എന്ന് വെച്ചാൽ 5 × 2 all⁴. അപ്പോൾ ഇത് 5⁴ ഇൻറ്റു 2⁴. അങ്ങനെയാണ് 10⁴ 5⁴ ഇൻറ്റു 2⁴ ആയത്. അതുപോലെ 14² അതിനെ 7² ഇൻറ്റു 2² എന്നെടുക്കാം. അതായത് എന്താണ്? 14² ഈസ് ഈക്വൽ ടു 14നെ 7 × 2, 7 × 2 all². അപ്പോൾ ഇത് 7² ഇൻറ്റു 2². ഓക്കെ, അങ്ങനെയാണ് 14² 7² ഇൻറ്റു 2² ആയത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഈ 5⁴ 5⁴ കൂടെ വെട്ടാം. ഇനി ഓക്കെ, 5⁴ 5⁴ കൂടെ വെട്ടി. അപ്പോൾ ഇതെന്തായി? 2⁶ ഇൻറ്റു 7⁴ ഡിവൈഡഡ് ബൈ, ഇവിടെ 2⁴ ഇൻറ്റു 2², അത് a⁻m ഇൻറ്റു a⁻n ഫോമില. അപ്പോൾ അത് a⁻m + n വരും. അതായത് 2⁶ എന്ന് വരും. കാണിച്ചു തരാം. a⁻m ഇൻറ്റു a⁻n, a⁻m + n. അപ്പോൾ ഇവിടെ 2⁴ ഇൻറ്റു 2² ആകുമ്പം അത് 2⁴ + 2, 2⁴ + 2 2�6. ഓക്കെ, അപ്പോൾ 2⁴ ഇൻറ്റു 2² 2�6 ഇൻറ്റു 7². അപ്പോൾ ഈ 2�6 2�6 കൂടെ വെട്ടിപ്പോയി. ഇനി 7⁴/7², ഇത് a⁻m/a⁻n ഫോമില. a⁻m/a⁻n ഈസ് ഈക്വൽ ടു a⁻m - n. അപ്പോൾ ഇവിടെ 7⁴/7² ആകുമ്പോൾ അത് /7², 7⁴ - 2, അതായത് 7⁴ - 2 7² 7² ഈസ് ഈക്വൽ ടു 49. 7ൻ്റെ സ്ക്വയർ 49. ആൻസർ ഓപ്ഷൻ ബി 49. ചോദ്യം, 5:4 35:x ആയാൽ എക്സിൻ്റെ വില. സൊല്യൂഷൻ, എക്സിൻ്റെ വില എന്തെന്ന് കണ്ടുപിടിക്കണം. 5:4 35
എക്സ്. ഇവിടെ നോക്കിക്കേ, 5 35 അതായത് 5 × 7 35. അതുപോലെ 4 × 7 4 × 7 28. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ 28 ആണ്. ഇനി വേറൊരു രീതിയിലും ചെയ്യാം. അതായത് A:B, C:D ആണെങ്കിൽ A × D = B × C. ഇങ്ങനെയൊരു തിയറം ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ 5:4 35:x. അപ്പോൾ ഇവിടെ ഇത് 5 × x = 35 × 4. Therefore x = 35 × 4/5. അപ്പോൾ ഇത് 5 7 35, 7 × 4 28. എങ്ങനെ നോക്കിയാലും 28 തന്നെയാണ് കിട്ടുന്നത്. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സമവാക്യത്തിലെ n-ന്റെ വില എത്ര? 4⁻2 + n × 4³ = 4⁸. സൊല്യൂഷൻ, ഇത് സോൾവ് ചെയ്യണം. 4⁻2 + n × 4⁻3 = 4⁸. അപ്പോൾ ഇത് നോക്കിക്കേ, ഇത് a⁻m × a⁻n ഫോർമുല. a⁻m × a⁻n = a⁻m + n. അപ്പോൾ ഇവിടെ 4⁻2 + n × 4⁻3 അത് 4⁻2 + n + 3 എന്ന് വരും. ഇതുപോലെ = 4⁸. ഇവിടെ 4⁻2 + 3 5. അപ്പോൾ 4⁵5 + n = 4⁸. ഇവിടെ നോക്കിക്കേ, LHSലെ RHSലെ ബേസ് സെയിമാണ്. ബേസ് എന്ന് വെച്ചാൽ താഴെ എഴുതിയിരിക്കുന്ന സംഖ്യ. അപ്പോൾ ഇവിടെ ബേസ് സെയിം ആണെങ്കിൽ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതായത് a⁻m = a⁻n ആണെങ്കിൽ m = n ആയിരിക്കും. അതായത് ഈ താഴെ എഴുതിയിരിക്കുന്ന സംഖ്യ ബേസ്, മുകളിൽ എഴുതിയിരിക്കുന്നത് പവർ. അപ്പം ബേസ് സെയിം ആണെങ്കിൽ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. a⁻m = a⁻n ആണെങ്കിൽ m = n ആയിരിക്കും. അപ്പോൾ ഇവിടെ ബേസ് സെയിം ആയതുകൊണ്ട് പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. 5 + n = 8. Therefore n = 8 - 5 = 3. n-ന്റെ വില 3. ഓപ്ഷൻ ബി. 40ന്റെ എത്ര ശതമാനമാണ് 28? സൊല്യൂഷൻ, കണ്ടുപിടിക്കേണ്ട ശതമാനത്തിന് p% എന്ന് കൊടുക്കാം. അപ്പം 40ന്റെ എത്ര ശതമാനമാണ് 28? അതായത് 40 × 100 p = 28. അപ്പോൾ ഇവിടെ 40p/100 = 28. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് 40p = 28 × 100. Therefore p = 28 × 100/40. 0 വെട്ടി 4 7 28. 7 × 10 = 70. 70% ആൻസർ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഹെൽപ്പ് എന്ന വാക്ക് LIPT എന്ന് കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേർഡ് എന്ന വാക്കിൻ്റെ കോഡ് എന്ത്? സൊല്യൂഷൻ, ഹെൽപ്പ്. ഹെൽപ്പിൻ്റെ കോഡ് LIPT. അതുപോലെ വേർഡ് എന്ന വാക്കിൻ്റെ കോഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഹെൽപ്പ് എങ്ങനെ LIPT ആയെന്ന് നോക്കാം.
അപ്പോൾ ഇവിടെ എച്ച് എൽ ആയി. എച്ച് ഐ ജെ കെ എൽ, എച്ച് പ്ലസ് 4 ആണ് എൽ. അതുപോലെ ഇ ഐ ആയി. ഇ എഫ് ജി എച്ച് ഐ, ഇ പ്ലസ് 4 ആണ് ഐ. എൽ പി ആയി. എൽ കഴിഞ്ഞിട്ട് എം എൻ ഒ പി, എൽ പ്ലസ് 4 ആണ് പി. പി ടി ആയി. അപ്പോൾ പി കഴിഞ്ഞ് ക്യു ആർ എസ് ടി, പി പ്ലസ് 4 ആണ് ടി. അപ്പോൾ തന്നിരിക്കുന്ന വാക്കിലെ ലെറ്റേഴ്സിൻ്റെ കൂടെ 4 ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ കോഡ് വന്നിട്ടുള്ളത്. അതുപോലെ വേർഡിലെ ലെറ്റേഴ്സിൻ്റെ കൂടെ എല്ലാം 4 ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ W പ്ലസ് 4, O പ്ലസ് 4, R പ്ലസ് 4, D പ്ലസ് 4. W പ്ലസ് 4, W കഴിഞ്ഞ് എക്സ് വൈ ഇസഡ് എ, W പ്ലസ് 4 എ. O പ്ലസ് 4, O കഴിഞ്ഞ് പി ക്യു ആർ എസ്, O പ്ലസ് 4 എസ്. അതുപോലെ ആർ പ്ലസ് 4, ആറ് കഴിഞ്ഞിട്ട് എസ് ടി യു വി, ആർ പ്ലസ് 4 വി. ഡി പ്ലസ് 4, ഡി കഴിഞ്ഞിട്ട് ഇ എഫ് ജി എച്ച്, ഡി പ്ലസ് 4 എച്ച്. അപ്പോൾ ഇവിടെ വേർഡിൻ്റെ കോഡ് എ എസ് വി എച്ച്. ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം: വിജയ് 12 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്ത് വലത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ യാത്ര ചെയ്തു എങ്കിൽ വിജയ് തുടങ്ങിയിടത്ത് നിന്ന് എത്ര അകലെയാണ്? സൊല്യൂഷൻ: ഇതൊരു ഡയറക്ഷൻ പ്രോബ്ലം ആണ്. അപ്പോൾ ആദ്യം ഡയറക്ഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ഇവിടെ മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ്, റൈറ്റ് സൈഡിൽ ഈസ്റ്റ്, ഇങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ഇതെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. വെസ്റ്റും ഈസ്റ്റും കാണുമ്പോൾ ഒരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. ഈ വെസ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. വെസ്റ്റും ലെഫ്റ്റും പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ട്. അത് വെച്ച് അങ്ങ് ഓർത്താൽ മതി. വെസ്റ്റ് ലെഫ്റ്റ്, വെസ്റ്റ് ലെഫ്റ്റ്. അപ്പം വെസ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിലും ഈസ്റ്റ് വരുന്നത് റൈറ്റ് സൈഡിലും ആയിരിക്കും. പിന്നെ ഒരു ഡയറക്ഷനിൽ നിന്ന് വലത്തോട്ട് പോവാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം, ഇടത്തോട്ട് പോവാൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. അതും കൂടി ഓർത്ത് വെച്ചോണേ. ഒരു ഡയറക്ഷനിൽ നിന്ന് വലത്തോട്ട് പോവാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം, ഇടത്തോട്ട് പോവാൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ വിജയ് 12 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്തു. ഈ ഒരു പോയിന്റിൽ വിജയ് നിൽക്കുവാണെങ്കിൽ ഇവിടുന്ന് 12 കിലോമീറ്റർ തെക്കോട്ട്, വിജയ് 12 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്ത് വലത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. അതായത് ഇവിടുന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 10 കിലോമീറ്റർ. ഇവിടെ എത്തി. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വലത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ പോയി ഇവിടെ എത്തി. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ യാത്ര ചെയ്തു. അതായത് ഇവിടുന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ. അതായത് ഇവിടുന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 12 കിലോമീറ്റർ. ഇവിടെ എത്തി. വിജയ് തുടങ്ങിയിടത്ത് നിന്ന് എത്ര അകലെയാണ്? അതായത് വിജയ് ഈ പോയിന്റിൽ നിന്ന് യാത്ര ചെയ്ത് ഈ പോയിന്റിലെത്തി. അപ്പം നോക്കിക്കേ, ഈ ദൂരം ഇത് 12 കിലോമീറ്റർ ആണ്, ഇതും 12 കിലോമീറ്റർ. ഇതും 12 കിലോമീറ്റർ ആണ്, ഇതും 12 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇത് 10 ആണെങ്കിൽ ഇതും 10 ആയിരിക്കും. അപ്പം 10 കിലോമീറ്റർ ആണ് വിജയ് തുടങ്ങിയിടത്ത് നിന്ന് അകലെയുള്ളത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 10 കിലോമീറ്റർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു ക്ലോക്കിൽ സമയം 3 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എന്ത്? സൊല്യൂഷൻ: ക്ലോക്കിലെ സമയം
മണിക്കൂറിലാണെങ്കിൽ കോണളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 30H ആണ്. H മണിക്കൂർ. അപ്പോൾ ഇവിടെ ക്ലോക്കിലെ സമയം 3 മണി. അപ്പോൾ ഇവിടെ H 3 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 30 × 3 90 ഡിഗ്രിയാണ് കോണളവ്. ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? ഈ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊവിഷണൽ ആൻസർ കീ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പ്രൊവിഷണൽ ആൻസർ കീയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാർക്കൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്